മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന് യാത്രാമൊഴിയേകുകയാണ്. രാജ്യം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അവിടേക്ക് എത്തിയിരിക്കണം. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, സോണിയാഗാന്ധി, മല്ലികാർജുന ഖാർഗെ തുടങ്ങി സോണിയാഗാന്ധി അന്ത്യപ്രണാമം അർപ്പിച്ചിരിക്കുന്നു. സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിലൂന്നിയ ആ ബന്ധം അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. പരിപൂർണമായി സോണിയാഗാന്ധി ഡോക്ടർ മൻമോഹൻ സിംഗിൽ വിശ്വാസമർപ്പിച്ച് 2 UPA സർക്കാരുകളെ മൻമോഹൻ സിംഗ് നയിച്ചു. ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ അവിടേക്ക് എത്തി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് രാജ്യം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് യാത്രയയപ്പ് നൽകുന്നത്. 10 വർഷം ഇന്ത്യയെ നയിച്ച, ഇന്ത്യയെ ഒരു ആഗോള ഉദാരവൽക്കരണ നയങ്ങളിലൂടെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള പ്രധാനമന്ത്രിമാരിൽ ഒരാളെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഡോക്ടർ മൻമോഹൻ സിംഗ്. അർജുൻ പീതാംബരൻ നിഗംബോധ് ഘാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, എങ്ങനെ പുരോഗമിക്കുന്നു സംസ്കാര ചടങ്ങുകൾ? അല്പസമയത്തിനകം തന്നെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവും. ഇപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകാൻ തയ്യാറെടുക്കുകയാണ് രാജ്യം. അകത്ത് ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഗംബോധ് ഘാട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അർജുൻ പീതാംബരനാണ് അവിടുത്തെ വിവരങ്ങൾ നൽകുന്നത്. പൂർണ്ണ സൈനിക ബഹുമതികളോടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് രാജ്യം. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ നിഗംബോധ് ഘാട്ടിൽ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. 2004 മുതൽ 2014 വരെ തുടർച്ചയായി 2 ടേം രാജ്യത്തെ നയിച്ച, 10 വർഷക്കാലം രാജ്യത്തെ നയിച്ച സാമ്പത്തിക വിദഗ്ധനായ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. 1993 മുതൽ 96 വരെ PV നരസിംഹറാവു സർക്കാരിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ച തീരുമാനങ്ങൾ കൈക്കൊണ്ട ധനമന്ത്രി എന്ന നിലയിൽ കൂടി ലോകമാകെ ശ്രദ്ധിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന് യാത്രാമൊഴിയേകുന്നു. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, നിഗംബോധ് ഘാട്ടിൽ ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? അല്പസമയത്തിനകം തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ അത് പൂർത്തിയാകും. ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അകത്ത് ചടങ്ങുകൾ. വേദിയിൽ പ്രധാനമന്ത്രിയുണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുണ്ട്, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉണ്ട്. അതുകൂടാതെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ജഗ്ദീപ് ധൻഖറും എത്തിയിട്ടുണ്ട്. രാഷ്ട്രപതി എത്തുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ആയിട്ടില്ല. എന്നാൽ ഇപ്പോൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതി നൽകാൻ, അദ്ദേഹത്തിന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് രാജ്യം. സൈന്യം എത്തിയിട്ടുണ്ട്, അവർ ബഹുമതി നൽകിക്കൊണ്ടിരിക്കുകയാണ്. 11:45 ആദ്യം ഇദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അത് പൂർത്തിയാക്കേണ്ട ഒരു സമയം പറഞ്ഞത്. എന്തായാലും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം മുൻപാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ആ ഒരു വാഹന വ്യൂഹം വിലാപയാത്രയായി നിഗംബോധ് ഘാട്ടിലേക്ക് എത്തിയത്. ഒപ്പം ഈ മൃതശരീരത്തെ അനുഗമിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആ ട്രക്കിൽ ഉണ്ടായിരുന്നു, ഒരു മകനെ പോലെ. മുൻ പ്രധാനമന്ത്രിക്ക് 3 പെൺമക്കളാണുള്ളത്. ഒരു മകനെ പോലെ തന്നെ, പക്ഷേ അദ്ദേഹത്തിനോടൊപ്പം രാഹുൽ ഗാന്ധി ആ ട്രക്കിൽ അത്രയും ദൂരം 12-13 കിലോമീറ്ററുകൾ താണ്ടി ആ ട്രക്കിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ എന്തായാലും ഇപ്പോൾ അകത്ത് വേദിയിലുണ്ട്. മറ്റ് കേന്ദ്രമന്ത്രിമാരുണ്ട്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ DK സക്സേനയുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഔദ്യോഗിക ബഹുമതികൾ നൽകി അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അത് പൂർത്തിയാകും എന്നുള്ള കാര്യമാണ് നിലവിൽ വ്യക്തമാകുന്നത്. ഒരു മഹാൻ യാത്രയാകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇതാ ഇപ്പോൾ മല്ലികാർജുന ഖാർഗെ തുടങ്ങിയ നേതാക്കൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു.